ഹലോ ഗൈസ്, വെൽക്കം ടു വിദ്യ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ വർക്കാണ്. ഇതൊരു സോണറ്റാണ്. അപ്പം ഈ ഒരു വർക്ക് HSC ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ട സിലബസ് കിടക്കുന്നൊരു വർക്കാണ്. പോരാത്തതിന് നമ്മുടെ ഡിഗ്രി അതുപോലുള്ള പല യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി PG ലെവലിലും പഠിക്കാൻ കൂടിയുള്ള ഒരു വർക്ക് കൂടിയാണ്. അപ്പോൾ ആയതിനാൽ തന്നെ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇവാലുവേഷനാണ് ഇപ്പോഴും നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ജസ്റ്റ് ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ഒരു സെക്ഷൻ ബൈ സെക്ഷൻ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാതിരിക്കുന്നതാണ് വൃത്തി. കാരണം എക്സാമിൻ്റെ തലേന്നൊക്കെ എടുത്ത് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവനൊക്കെ ഞാനൊക്കെ തന്നെ പല ഇതിൻ്റെ അറിയാതെ എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 45 മിനിറ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ് മനസ്സിലാക്കി തന്നെ ആ ഒരു സമയം നമുക്ക് എന്ത് പറയുന്നത് അത്രയും പോകത്തില്ലേ ഒരു ഒരു പോയതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിക്ക് വേണ്ടിയോ. അപ്പോൾ ആയതിനാൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു സമ്മറി സെക്ഷൻ അനാലിസിസ് സെക്ഷൻ മാത്രം ഇതിൻ്റെ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് എല്ലാ വീഡിയോസും ഇടുന്നത്. അപ്പോൾ അതിനോട്ടൊക്കെ സ്കിപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ താഴെ നിന്ന് ഇങ്ങനെ അടിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഏത് സെക്ഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്ന് അതിൽ കാണിക്കും. എല്ലാ വീഡിയോസിലും ഇത് പറയുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബട്ടൺ പോകുമ്പോഴത്തേക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു സെക്ഷനിലോട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പം എക്സാം പഠിക്കുന്നവർ ജസ്റ്റ് ആ ഒരു സമ്മറി അനാലിസിസ് സെക്ഷൻ നോക്കുക. അല്ലാതെ ഈ ഒരു HSC ഇംഗ്ലീഷ് അല്ലാതെ നല്ല ക്ലാസ്സുകൾ എക്സാമിന് ഒരു 5 ദിവസം മുമ്പാണ് ഞാൻ ഈ വീഡിയോ നോക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം, ഫുള്ളിരുന്ന് കണ്ടുക, കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ without further ado, let's get into the video. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിൽട്ടൻ്റെ നമ്മുടെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ വർക്കാണ്. ഇത് സോണറ്റ് 19 എന്ന് പറഞ്ഞൊരു വർക്ക് കൂടിയാണ്. അതിൻ്റെ പേരാണ് സോണറ്റ് 19. സോ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റാണ്. അപ്പം ഇതിനകത്ത് പുള്ളിക്കാരൻ എന്താ പറയുന്നത് ഒരു ബ്ലൈൻഡ് പേഴ്സണായിട്ട് മാറുമ്പോൾ പുള്ളിക്കാരന് സംഭവിച്ച കാര്യങ്ങൾ, ഫീലിങ്സ്, ഇമോഷൻസ് ആണ് ഈ ഒരു വർക്കിലൂടെ പുള്ളിക്കാരൻ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ the boy thinks in the beginning that he will not be able to serve God as his side gone. അപ്പം പോയിട്ട് നമ്മുടെ ചിന്തിക്കുകയാണ്, അദ്ദേഹം ആദ്യത്തെ സമയത്ത് ചിന്തിക്കുകയാണ്, ആദ്യത്തെ വരികളിലൂടെ ചിന്തിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി എന്താ പറയുന്നത് ഗോഡിനെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഗോഡിനെ സെർവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. പോയം ഡെവലപ്സ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക്, ആ സോണറ്റ് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഗോഡ് വാണ്ട്സ് ടു ഹിം കീപ് വർക്കിംഗ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹിസ് ജോബ് കോസ്റ്റ് ഹിം ലൂസ് ഓഫ് ഹിസ് സൈറ്റ്. ദൈവം അദ്ദേഹത്തോട് പറയുന്ന പോലെ അദ്ദേഹത്തിനോട് തോന്നി. അത് എന്താ പറയുന്നത്, താങ്കൾ ഈ വർക്കിലൂടെ പൊക്കോണ്ടിരിക്കും, താങ്കളുടെ ജോലി എന്താണ്, റൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ പോയിട്രി എഴുതൊക്കെയാണ്, താങ്കൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്തോളൂ, എനിക്ക് അതാണ് ആവശ്യമെന്ന് ദൈവം അദ്ദേഹത്തിനോട് പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അവസാനം ഈ ഒരു സോണറ്റ് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ഏഞ്ചലിനെ പോലെ, മാലാഖയെ പോലെ ദൈവത്തിൻ്റെ ഓർഡേഴ്സ് വെയിറ്റ് ചെയ്യുന്ന, ദൈവത്തിനെ സെർവ് ചെയ്യുന്ന ഒരു ഏഞ്ചലായിട്ട് അദ്ദേഹം മാറുകയാണ് എന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസസ്, അതായത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തിനാ കാട്ടിത്തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽട്ടൻ്റെ ദൈവത്തിലുള്ള അതിയായ വിശ്വാസം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ഇതിൽ കണ്ടേക്കുന്നത്. ഈ ഒരു പോയം റിട്ടേൺ ചെയ്തേക്കുന്നത് പെട്രാക്കിയൻ റൈൻസ്കിലാണ്. ഇറ്റാലിയൻ ഓർ പെട്രാക്കിയൻ സോണറ്റ് കേട്ടിട്ടില്ലേ? 2 ടൈപ്പിലുള്ള സോണറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് സോണറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഓർ പെട്രാക്കിയൻ സോണറ്റ്. സോ ഇംഗ്ലീഷ് ഓർ ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഓർ പെട്രാക്കിയൻ സോണറ്റ്, 2 ടൈപ്പിലുള്ള സോണറ്റ് ഉണ്ട്. സോണറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്റ്റാൻസ ബൈ സ്റ്റാൻസ സമ്മറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അതിനുമുമ്പ് ചെറിയൊരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ ഇനേബിൾ ചെയ്യുക. സോ സ്റ്റാൻസ ഫസ്റ്റ്. When I consider how my light is spent, half my days in this dark world and wide, and that one talent which is headed to hide, lodged with me useless, though my soul more bent. So the poem starts with the poem when, thus he introduces his idea in the very beginning. അദ്ദേഹം ഈ ഒരു പോയം അല്ലെങ്കിൽ ഈ ഒരു സോണറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെന്നിലാണ്. വെന്നിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഈ ഒരു സോണത്തിലൂടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തരിക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഹിം, ഹി ഓഫൻ തിങ്സ് ദാറ്റ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ് ഓർ സൈറ്റ് ഓർ ഇൻ്റലിജൻസ് ഹാസ് ബീൻ സ്പെൻഡ് ഇൻ സർവിങ് ഹ്യൂമാനിറ്റി, ബട്ട് നൗ ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ഐസൈറ്റ് ആൻഡ് സോ ഹിസ് അതർ ഹാഫ് ലൈഫ് ഇസ് ഡാർക്ക് നൗ വൈഡ് ദാറ്റ് ഈസ് ചേഞ്ചിങ് ആസ് വെൽ. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പകുതി ജീവൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബ്ലൈൻഡ് ആകുന്നതിന് തൊട്ട് മുമ്പത്തെ സമയം വരെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് അല്ലെങ്കിൽ സൈറ്റ് നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി എല്ലാം അദ്ദേഹം
ഏതിനു വേണ്ടിയാണ് സെർവ് ചെയ്തത് അല്ലെങ്കിൽ ജോലി ചെയ്തത്? ഹ്യൂമാനിറ്റിക്ക് വേണ്ടിക്ക്, മനുഷ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം സെർവ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെട്ടു? അദ്ദേഹത്തിൻ്റെ ഐസൈറ്റ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊട്ട് ആ ഐസൈറ്റ് നഷ്ടപ്പെട്ട ആ ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണ്? ഡാർക്ക് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് നൗ ആൻഡ് വൈഡ് ചലഞ്ചിങ് ആസ് വെൽ. ഇപ്പോൾ അത് ചലഞ്ചിങ് ആണ്. കണ്ണ് നഷ്ടപ്പെട്ടവരെ അറിയത്തില്ലേ? കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? അതിന് അത്രയും നാളും കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കാഴ്ച നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അത് നമ്മുടെ സമ്മറി സെക്ഷൻ അനാലിസിസ് സെക്ഷനിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ചലഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. നല്ലതായിട്ട് ഇത്രയും നാൾ നല്ല കാഴ്ച ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് കാഴ്ചയില്ല, കാഴ്ച നഷ്ടപ്പെടൂ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക്, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ചിന്തയിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ചലഞ്ചിങ് ആണ്, ലൈഫ് ചലഞ്ചിങ് ആണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ചലഞ്ചിങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ വൺ ടാലൻറ്റ്, അതായത് അദ്ദേഹത്തിന് ഒരേ ഒരു കഴിവുണ്ട്, ഒരേ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഉണ്ട്. എന്താണത്? റൈറ്റിങ്, വിച്ച് ഹി ഹാഡ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കഴിവാണ്. അതിപ്പോൾ ഈ കാഴ്ച നഷ്ടപ്പെട്ടതിലൂടെ, വിതൗട്ട് ഐസൈറ്റ് ഹി കനോട്ട് റൈറ്റ്, ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ടതിലൂടെ അദ്ദേഹത്തിന് അത് യൂസ്ലെസ് ആയിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, ദൈവം അദ്ദേഹത്തിന് ഒരു ലോഡാണ് കൊടുത്തത്. ലോഡ് അറിയാമല്ലോ, എന്താ പറയുന്നത്? ഒരു ഭാരം. ആ ഒരു ഭാരമാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഭാരമാണ് ഇതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹം ലാമന്റ് ചെയ്യുന്നു, വിലപിക്കുന്നു. എന്തിന്? തൻ്റെ ഐസൈറ്റ് നഷ്ടപ്പെട്ടത് വിലപിച്ച് അദ്ദേഹം ഇനിയൊരു ടാലൻറ്റ് ഉണ്ടായിരുന്നു, തനിക്ക് എഴുതാനുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു ടാലൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതെന്ത് പറ്റി? വിതൗട്ട് ഐസൈറ്റ് ഹി കനോട്ട് യൂസ് ഇറ്റ്. ഐസൈറ്റ് ഇല്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ഹി കനോട്ട് യൂസ് ഇറ്റ്. അതാണ് ആദ്യ സ്റ്റാൻസയിലെ കംപ്ലീറ്റ് ആ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇത്രയും പിടിച്ചു വെച്ചാൽ മതി. അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് ആ ഒരു ലൈൻസിൽ ടു സെർവ് ദെയർ വിത്ത് മൈ മേക്കർ തൊട്ട് ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ് വരെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിലാപം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷമം ഡിസയറിലോട്ടും വണ്ടറിലോട്ടും മാറുകയാണ്. എന്താണ് ഡിസയർ എന്ന് വെച്ചാൽ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതമായിട്ടൊരു ചിന്തയിലോട്ട് മാറുകയാണ്. ഹി സേസ് ദാറ്റ് ഹി ഡിസൈഡ് ടു സെർവ് ഹിസ് മേക്കർ, ബട്ട് ബിക്കോസ് ഓഫ് ദിസ് ബ്ലൈൻഡ്നെസ് ഹി കനോട്ട് ഡു സോ. അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ ദൈവത്തിനെ എനിക്ക് സെർവ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ മേക്കർ എന്ന് പറഞ്ഞാൽ ആരാ? മേക്കർ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിനെ എനിക്ക് സെർവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലൈൻഡ്നെസ് കാരണം, ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ട കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഹി വണ്ടേഴ്സ് ഇഫ് ഗോഡ് സ്റ്റിൽ വാണ്ട്സ് ടു സെർവ് ഹിം ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹിസ് സൈറ്റ് ഈസ് ഗോൺ. അദ്ദേഹം ചിന്തിക്കുകയാണ്, ദൈവത്തിന് ചിലപ്പോൾ അതായിരിക്കും ആഗ്രഹം. എൻ്റെ കാഴ്ചശക്തി ഇല്ലാതെ ഞാൻ ആ ദൈവം എന്ന് പറഞ്ഞാൽ ആ മേക്കറിനെ ഞാൻ സെർവ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. ദ പോയിറ്റ് സേസ് ദാറ്റ് ഈസ് ദിസ് ഫുളിഷ് തോട്ട് ഓഫൻ ടോൺസ് ഹിം. പക്ഷേ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഈ ഫൂളിഷ് തോട്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ സ്റ്റാൻസിൽ പറഞ്ഞ ആ കാര്യം, അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി ആ ടാലൻറ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫൂളിഷ് തോട്ടുകൾ അദ്ദേഹത്തിനെ ഇങ്ങനെ വലവീശി പിടിക്കുന്ന പോലെ ഇങ്ങനെ അദ്ദേഹത്തിനെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആ ഒരു തോട്ട്സ് മാറുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹം ദൈവത്തിനെ സെർവ് ചെയ്യണമെന്നാണ്, ദൈവത്തെ സെർവ് ചെയ്യണമെന്നാണ്. ദൈവത്തിന് അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ദൈവത്തിനെ സെർവ് ചെയ്ത് കൊള്ളാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഈ ഫൂളിഷ് ആയിട്ടുള്ള കുറേ തോട്ടുകളും കയറി വരികയാണ്. അതാണ് സ്റ്റാൻസ 2 പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മറി വെച്ചുകൊണ്ട് ആ ഒരു സെൻറ്റൻസുകൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനിടെ ആ ഒരു സ്റ്റാൻസയുടെ ലൈൻസിലും പറയുന്നത്, അവിടെ നിങ്ങൾക്ക് അറിയാത്ത ചില വേർഡ്സിൽ എന്ന് പറഞ്ഞാൽ ലെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്റ് എന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷം എന്നാണ് അർത്ഥം. ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശകാരം എന്നാണ് അർത്ഥം. ഡോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് എന്നാണ് അർത്ഥം. ബാക്കിയുള്ളതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അർത്ഥം അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ സമ്മറി വെച്ചിട്ട് ആ ലൈൻസ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുമ്പോഴേ പിടികിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റാൻസ 2 തീർന്നു. ഇനി സ്റ്റാൻസ 3 ആണ്. ദാറ്റ് മമ്മർ സൂൺ റിപ്ലൈസ് ഗോഡ് doth not need either man's work or his own gift, who best bear his mild yoke. They save him best, his state is kingly, 1,000 at his bidding speed. Here lines the poet says that when such foolish thoughts comes into his mind, the patient at once comes to reply that the work of man does not please God, but the who best bear his mild yoke, that is the one who remains the patient content with what he is most liked by him. ഇതിൽ മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലേ? പറഞ്ഞുതരാം.
ഒന്നുമില്ലടേ, സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൂളിഷ് തോട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ട്, ദൈവത്തിന് സെർവ് ചെയ്യാനുള്ള ടാലൻ്റ് ഉണ്ട്, അതെനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ 1000 തവണ വിലപിക്കുകയാണ് ആര്? പോയിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ അതിന് ഉത്തരം തിരിച്ചു പറയുകയാണ്, ദൈവത്തിന് നിൻ്റെ ഒരു വർക്കും ആവശ്യമില്ല. God doth not need either man's work or his own gift. ദൈവത്തിന് എന്താണ്? നിൻ്റെ വർക്കുകളൊന്നും ആവശ്യമില്ല, നിൻ്റെ ടാലൻ്റ് ഒന്നും ആവശ്യമില്ല, നീ ഇങ്ങനെ എഴുതി ദൈവത്തിനെ പ്രൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് തന്നെ അതിൻ്റെ ഹാർട്ട് തന്നെ തിരിച്ച് റിപ്ലൈ പറയുകയാണ്. അതാണ് the poet says that when such foolish thought come into his mind, the patience at once comes to reply that the work of a man does not please God. Okay, but ആരെയാണ് ദൈവത്തിന് ആവശ്യം? ദ ഹൂ ബെസ് ബിയോ ഹിസ് മൈൽഡ് യോക്ക്. യോക്ക് എന്ന് പറഞ്ഞാൽ യാചന, ഏര്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചങ്ങല എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്നൊക്കെ പറയുന്നത്. അതായത് അത് ആ ഒരു വേർഡ് മീനിങ്ങിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് വേർഡല്ല, സെൻറ്റൻസിൻ്റെ അർത്ഥം ഹൂ ബെസ് ബിയോ ഹിസ് മൈൽഡ് യോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ ഹൂ റിമെയിൻസ് പേഷ്യൻറ്റ്. ആരാണ് ക്ഷമയോടെ കാത്തിരിക്കുന്നത്? ആരെയാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത്? ദൈവത്തിന് നിങ്ങളെല്ലാവരെയും ഇഷ്ടമാണ്. ദൈവത്തിന് നിങ്ങളെല്ലാവരെയും ഇഷ്ടമാണ്. നിങ്ങൾ ചുമ്മാ കിടന്നിങ്ങനെ പ്രൈസ് ചെയ്യണ്ട, ഇങ്ങനെ കിടന്ന് പ്രൈസ് ചെയ്ത് ഹല്ലേലൂയ ഒന്നും പാടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് നിങ്ങളെല്ലാം ഇഷ്ടമാണ്. നിങ്ങളുടെ ടാലൻറ്റ് വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ടാലൻറ്റ് ദൈവത്തിന് വേണ്ടി സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പോയറ്റിൻ്റെ കോൺഷ്യസ് തന്നെ തിരിച്ച് റിപ്ലൈ പറയുകയാണ്. അതാണ് ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ്. ദാറ്റ് മർമർ എന്ന് വെച്ചാൽ പോയറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് സൂൺ റിപ്ലൈസ് ഗോഡ് ഡോത്ത് എന്ന് വെച്ചാൽ ഡസ് നോട്ട് നീഡ് either man's work or his own gift. Who best bear his mild yoke, they serve him best. എന്ന് വെച്ചാൽ നിൻ്റെ ഉള്ളിൽ നന്മയുണ്ടായിരുന്നാൽ മതി എന്നാ പറയുന്നത്. ഇത് ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസ് ആണ്, ബൈബിളിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നത്. അപ്പം നിൻ്റെ ഉള്ളിൽ നന്മയുണ്ടാവുക. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻ കോഴ്സുകളെല്ലാം ഇങ്ങനെ മതിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്, നിൻ്റെ ഉള്ളിൽ നന്മയുണ്ടാകുക എന്നൊക്കെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ എന്നിട്ട് പറയുന്നു ഹി സ്റ്റേറ്റ് ഇസ് കിങ്ലി 1000 at his bidding speed. ദൈവത്തിൻ്റെ കിങ്ഡം എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്, അതെന്ന് പറഞ്ഞാൽ വലുതാണ് ദൈവത്തിൻ്റെ കിങ്ഡം. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി പതിങ്ങ് മടങ്ങാണ് ദൈവത്തിൻ്റെ കിങ്ഡം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഏഞ്ചൽസ് ദൈവത്തിൻ്റെ ഓർഡർ കാത്ത് നിൽക്കുന്നുണ്ട്, ദൈവം പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. ദൈവം പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. അതുപോലുള്ള ഏഞ്ചലാണ് നമ്മളും. ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ കേൾക്കണം എന്നാണ് ആര് പറയുന്നത്? മിൽട്ടൺ പറയുന്നത്. ദേ നെവർ ടേക്ക് റെസ്റ്റ്. ആ ഒരു കിങ്ഡത്തിൽ ആ ഏഞ്ചൽസ് ഒരു തരത്തിലുള്ള റെസ്റ്റും എടുക്കുന്നില്ല. അവർക്ക് അവിടെ ഫ്രീ ടൈം ഒന്നും ഇല്ല. അവർ ദൈവത്തിൻ്റെ സെർവ് ചെയ്യാൻ വേണ്ടി എന്താ പറയുന്നത്, ഡിവോട്ടഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. ദ പോയിറ്റ് കമ്പേഴ്സ് ദം വിത്ത് ദോസ് ഹു ഹാവ് ദ ടാലന്റ് യൂസ് ഇറ്റ് ടു സെർവ് ഗോഡ്. പോയിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, പോയിട്ട് ആ ഏഞ്ചൽസുമായിട്ട് പോയിട്ടിനെ കമ്പയർ ചെയ്തേക്കുവാണ്. പോയിട്ട് ആ ഏഞ്ചലുമായിട്ട് പോയിട്ടിനെ കമ്പയർ ചെയ്തേക്കാണ്. എനിക്കൊരു കഴിവുണ്ട്, പക്ഷേ ഞാൻ ഈ ഐസൈറ്റ് നഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ അടങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ദൈവത്തിന് അതായിരിക്കും ആഗ്രഹം. ആ ഏഞ്ചൽസ് കിടന്ന് കഷ്ടപ്പെടുന്ന കണക്ക് ഞാൻ ഇനി കഷ്ടപ്പെടാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പോയിട്ടിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. പോയിട്ട് ആദ്യമേ വിലപിക്കുകയാണ്, എനിക്കിനി ദൈവത്തിനെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പോയിട്ട് പറയുകയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, ഈ ഒരു ബ്ലൈൻഡ്നസ് കാരണം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റത്തില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ആ ഒരു ടാലൻറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പോയിട്ട് തന്നെ വിഷമിച്ച് നടക്കുന്ന സ്റ്റാൻസിൽ പറയുന്നു. അവസാനം സ്റ്റാൻസ് 3 വരുമ്പോൾ പോയിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. കുഴപ്പമില്ല, ദൈവം അങ്ങനെ എന്താ പറയുന്നത്, ദൈവം അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പോൾ ദൈവത്തിന് ഇതായിരിക്കും ആഗ്രഹം, തൻ്റെ ഒരു ഐസൈറ്റ് പൊക്കോണ്ട് തന്നെ അദ്ദേഹത്തിന് സെർവ് ചെയ്യുക, ഏഞ്ചൽസിനെ പോലെ അദ്ദേഹത്തിനെ സെർവ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നാണ് ആര് പറയുന്നത്? പോയിട്ട് പറയുന്നത്. അത്രയേ ഉള്ളൂ ആ സ്റ്റാൻസിലും പറയുന്നത്. ഇനി കപ്ലറ്റാണ് പറയുന്നത്, ലാസ്റ്റിലെ കൺക്ലൂഡിങ് കപ്ലറ്റ്. ആൻഡ് പോസ്റ്റ് over land and ocean without rest. They also save who only stand and wait. On the other hand, there are some other angels also who save him just by standing and waiting before God. According to him, their service is equally valuable to God as that of the first category of angels. അപ്പം വേറൊരു ചിന്താഗതിയിൽ നമ്മൾ തൊട്ടുമുമ്പ് ഈ ചിന്താഗതി പറയുകയാണ്. വേറൊരു ചിന്താഗതിയിൽ അദ്ദേഹം പറയുകയാണ്, നമ്മളിങ്ങനെ എന്താ പറയുക, ദൈവത്തിനെ സെർവ് ചെയ്യേണ്ട, നമ്മൾ പേഷ്യൻസ് ആയിട്ട് ദൈവത്തിനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, അദ്ദേഹത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി, ചുമ്മാ കിടന്ന് നമ്മൾ സെർവ് ചെയ്യേണ്ട. അദ്ദേഹം പറയുന്ന നമുക്ക് പോയിട്രി എഴുതി സെർവ് ചെയ്യേണ്ട, അതായത് ദൈവത്തിനെ പ്രൈസ് ചെയ്തുകൊണ്ട് സെർവ് ചെയ്യേണ്ട, നമ്മൾ വെയിറ്റ് ചെയ്യുക, ദൈവത്തിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അവരും ഈക്വലി വാല്യുബിൾ ആണ്. ആർക്ക് തുല്യമാണ്? ആ ഒരു ഏഞ്ചൽസിന് തുല്യമാണെന്നാണ് ആര് പറയുന്നത്?
ഈ പോയിറ്റ് പറയുന്ന പോയിറ്റ് കമ്പേഴ്സ് ഹിംസെൽഫ് വിത്ത് ദ ലേറ്റർ ഏഞ്ചൽസ് ഹു ജസ്റ്റ് കീപ്സ് പേഷ്യൻസ് ദിസ് ഇൻ ദ എൻഡ് ദ പോയിറ്റ് ഈസ് ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് ആസ് ഹീസ് ഓൾസോ സേവിങ് ഗോഡ് ജസ്റ്റ് ബൈ കീപ്പിംഗ് പേഷ്യൻസ്. അപ്പോൾ പോയിറ്റിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ പോയിറ്റിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പോയിറ്റ് പറയുകയാണ്, കുഴപ്പമില്ല, ആയിരക്കണക്കിന് ഏഞ്ചൽസാണ് ദൈവത്തിന് കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് എല്ലാവരും ഒറ്റയടിക്ക് എന്ന് പറയുന്നത് കമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ആൾക്കാരെ കമാൻഡ് ചെയ്യും, കുറച്ച് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യും, ദൈവത്തിൻ്റെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അവർ ക്ഷമയോട് വെയിറ്റ് ചെയ്യുന്നില്ലേ? മറ്റേ ഏഞ്ചൽസ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് അത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു മോർട്ടലിന് അത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ദൈവത്തിൻ്റെ ആ ഒരു കമാൻഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം പോയിട്ട് പറയുന്നത് വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പോയിട്ട് ചിന്തിക്കുന്നത് ഞാനും ഇതേപോലെ ആ ഒരു എന്താ പറയുന്നത് വെയിറ്റ് ചെയ്യുന്ന ഏഞ്ചൽസിനെ കണക്ക് ഞാനും വെയിറ്റ് ചെയ്താൽ പോരെ, ജോലി ചെയ്യണ്ട, വെയിറ്റ് ചെയ്താൽ പോരെ, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്ത് ദൈവത്തിനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പോരെ, ദൈവത്തിൻ്റെ കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മാത്രം പോരെ എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ ഒരു സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പോ ഒരാഴ്ചയ്ക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, സോ നമ്മളിനി പോകുന്നത് അതിൻ്റെ ഏകദേശം ഒരു അനാലിസിസിലൂടെയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ ഹോൾ സമ്മറി ഒന്ന് പറയാം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഇത് ജസ്റ്റ് കേട്ടാൽ മതി. ഹോൾ സമ്മറി പറയാം, ശേഷം അനാലിസിസിലേക്ക് പോകാം, തീം പറയാം, സ്റ്റൈൽ പറയാം. ഓക്കെ, ഈ ഒരു സോണറ്റ് എന്ന് പറയുന്നത് പോയിറ്റ് ഹിംസെൽഫ് ആണ്. ദ പോയം ഈസ് അബൌട്ട് ദ പോയിറ്റ് ഹിംസെൽഫ്. പോയം എന്ന് പറയുന്നത് ആ പോയിറ്റിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ ഏർലി ഏജിൽ തന്നെ എന്ത് പറ്റി, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിച്ച് കാൾസ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ്, അതായത് ജീവിതത്തിന് 2 തലങ്ങളാണ് പറയുന്നത്. പകുതി തൻ്റെ ജീവിതത്തിലെ പകുതി ഭാഗവും സൈറ്റ് ഉണ്ടായിരുന്നു, അതായത് കാഴ്ചശക്തി ഉണ്ടായിരുന്നു. പകുതി ഭാഗം എന്താണ്, കാഴ്ചശക്തി ഇല്ലാതെ ബ്ലൈൻഡ് ആയിരിക്കുന്നു. അതാണ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്ലൈൻഡ്നെസ് കാരണം അദ്ദേഹത്തിൻ്റെ ഹോൾ വേൾഡ്, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഈ ഒരു വലിയ ലോകം ഡാർക്ക് ആൻഡ് ഗ്ലൂമി ആയിട്ടായി മാറി. ഡാർക്കും ഗ്ലൂമി, നിരാശയുള്ളൊരു ലോകമായിട്ട് മാറി. ദ ഗിഫ്റ്റ് ഓഫ് ബീങ് എ ക്രിയേറ്റീവ് റൈറ്റർ ആൻഡ് പോയിറ്റ് വിച്ച് ഹസ് ബീൻ അക്കോർഡിംഗ് ടു ഹിം ബൈ ദ ഗോഡ് ഈസ് നൗ യൂസ്ലെസ് ഫോർ ഹിം. അപ്പോൾ ഒരു കവി ആകുന്നത്, ഒരു റൈറ്റർ ആകുന്നത്, ഒരു ക്രിയേറ്റീവ് റൈറ്റർ ആകുന്നതൊക്കെ ഒരു ദൈവം തന്നൊരു വരദാനമാണെന്നാണ് കവി പറയുന്നത്. ആ ഒരു ടാലൻറ്റ് തനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒരു ടാലൻറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിപ്പോൾ യൂസ്ലെസ് ആയിരിക്കുന്നു. ദോ ദ ഗിഫ്റ്റ് and or skill given to him by the God would remain with him till death but he will be not able to use it. ഈ ഒരു തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് താൻ മരിക്കുന്ന എന്നാണോ അന്ന് വരെ ഇത് കാണും. താൻ മരിക്കുന്ന എന്നാണോ അന്ന് വരെ ഇത് കാണും. പക്ഷെ അതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. തോക്ക് തരാം, പക്ഷെ വെടിവെക്കലെന്ന് പറയുന്ന പോലെ തന്നെ വെടിവെക്കലെന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഈ ഒരു കഴിവുണ്ട്, പക്ഷേ എന്താണ്, അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. വിതൗട്ട് without eyesight he cannot use it. So as God has taken away his eyesight, he has become more submissive and wants to save God with his poetic power. ദൈവം തൻ്റെ ഐസൈറ്റ് എടുത്തതിലൂടെ അദ്ദേഹം സബ്മിസീവായി, അതായത് കീഴ്പ്പെട്ടു ആൻഡ് വാണ്ട്സ് ടു സെർവ് ഗോഡ് വിത്ത് ഹിസ് പോയറ്റിക് പവർ. അദ്ദേഹത്തിന് തൻ്റെ ഗോഡിനെ സെർവ് ചെയ്യണം. ഈ ഒരു പോയറ്റിക് പവറിനെ വെച്ചുകൊണ്ട്, ഈ ഒരു കവിത എഴുതുന്ന ഈ ഒരു പവർ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ ഗോഡിനെ സെർവ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഹി വാസ് ഗ്രേറ്റ്ലി ഇൻക്ലൈൻഡ് ടു റൈറ്റ് പോയട്രി ഇൻ പ്രൈസ് ഓഫ് ഗോഡ് ആൻഡ് പ്രസന്റ് ടു ഹിം എ ട്രൂ അക്കൗണ്ട് ഓഫ് ഹിസ് റൈറ്റിംഗ്. തൻ്റെ കവിത എഴുതി, തൻ്റെ വാക്കുകൾ, താൻ എഴുതുന്ന രചനയിലൂടെ ഗോഡിനെ പ്രൈസ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നു. തൻ്റെ പോയട്രിയിലൂടെ ഗോഡിനെ പ്രൈസ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഹി വാണ്ട്സ് ടു ഡു ദിസ് that God may not snub him after his death. അദ്ദേഹം ഇത് ചെയ്യുന്നത് താൻ മരിച്ചു കഴിയുമ്പോൾ, താൻ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ പറയുന്നത്, ദൈവം ശകാരിക്കും, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല. താൻ എന്താ പറയുന്നത്, ഈ ഐസൈറ്റ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നീ എന്തുകൊണ്ട് അവിടെ നിന്നുപോയി, സ്റ്റോപ്പ് ചെയ്തു പോയി? നീ എഴുതണമായിരുന്നു എന്ന് ചിലപ്പോൾ ദൈവം ചോദിക്കത്തില്ലേ? ദൈവം അങ്ങനെ ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമമാണ്. അതുകൊണ്ട് മരണശേഷം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ സ്നബ് എന്ന് വെച്ചാൽ ശകാരം കേട്ടോ, അല്ലെങ്കിൽ വഴക്ക് പറയുക. അപ്പം ആ ഡെത്തിന് ശേഷം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ശകാരത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു റൈറ്റിംഗ്സ് എഴുതണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത്. ഹി മൈലി വോണ്ട്സ് ടു ആസ്ക് ഗോഡ് ദാറ്റ് ഹൗ ക്യാൻ ബി ഹി റിക്വയർഡ് ടു ഡു വർക്ക് ഈക്വൽ ടു എനി നോർമൽ പേഴ്സൺ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ടോട്ടൽ ബ്ലൈൻഡ്നെസ്. തനിക്ക് ഇപ്പോൾ താനൊരു നോർമൽ പേഴ്സൺ അല്ല, ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കണ്ണ് നഷ്ടപ്പെട്ട ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. ഡിസേബിൾഡ് പേഴ്സൺ ആണ്. അപ്പം കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കണ്ണ് നഷ്ടപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി എന്ന നിലയിൽ താൻ എങ്ങനെ ഒരു വർക്കിനെ എഴുതും
എഴുതുമെന്ന് ദൈവത്തിനോട് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്. ദൈവം അവിടെ ചെല്ലുമ്പോൾ എന്നെ ശകാരിക്കത്തില്ലേ? ദൈവം അവിടെ ചെല്ലുമ്പോൾ എന്നെ വഴക്ക് പറയത്തില്ലേ? ഞാൻ ഇനി എങ്ങനെ ആ ഒരു വർക്ക് ഞാൻ എഴുതും? വർക്ക് എഴുതിയാലല്ലേ ദൈവത്തിനെ പ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ചെയ്താലല്ലേ ദൈവം നല്ലത് പറയത്തുള്ളൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഡെത്തിന് ശേഷം സ്വർഗത്തിലോ നരകത്തിലോ ചെല്ലും. നരകത്തിൽ ദൈവം കാണത്തില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ദൈവം ശകാരിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. എങ്ങനെ താൻ എഴുതാൻ പറ്റും? ഒരു നോർമൽ പേഴ്സണെ കൂട്ട് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവത്തിനോട് തന്നെ ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ കിട്ടി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ കിട്ടി. ഹിസ് കോൺഷ്യസ് കം ടു ഹിസ് റെസ്ക്യൂ ദാറ്റ് ഹി മസ്റ്റ് കീപ് പേഷ്യൻസ് ആസ് ഗോഡ് ഡസ് നോട്ട് വാണ്ട് ഹിം എനിത്തിങ് ഫ്രം മാൻ. ദൈവത്തിന് നിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് തന്നെ റിപ്ലൈ പറയുകയാണ്. ദൈവത്തിന് നിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇങ്ങനെ എഴുതിയൊന്നും വേണ്ട, ദൈവത്തിന് വേണ്ടി നീ പ്രൈസ് ചെയ്യുകയൊന്നും വേണ്ട, ഒരിക്കലും അതിൻ്റെ ആവശ്യകതയേ ഇല്ല. നീ കിടന്നിങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. ദൈവം അവിടെ ചെന്ന് നിന്നെ വഴക്ക് പറയത്തൊന്നുമില്ല. ഗോഡ് കിങ്ഡം ഹിസ് വെരി മച്ച് റിച്ച് ആൻഡ് സ്പ്ലെൻഡിഡ്. ദൈവത്തിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ റിച്ച് ആൻഡ് സ്പ്ലെൻഡിഡ് ആണ്, വളരെ കിങ്ലിയാണ്, പ്രൗഡി ഉള്ളതാണ്, വളരെ റിച്ച് ആണ്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് ഏഞ്ചൽസ് ആർ എവരി ടൈം ഗെറ്റ് റെഡി ടു ആക്ട് ഓൺ ഗോഡ്സ് കമാൻഡ്. ആയിരക്കണക്കിന് ഏഞ്ചൽസാണ് ദൈവത്തിൻ്റെ കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ഏഞ്ചൽസാണ് എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ കമാൻഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം 2 കാറ്റഗറി ഓഫ് ഏഞ്ചൽസ് അവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവം പറയുന്ന കേട്ട് എന്താ പറയുന്നത് ആ ഒരു ലൈവ് സമയത്ത് ദൈവത്തിൻ്റെ കമാൻഡ് കേൾക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഏഞ്ചൽസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഏഞ്ചൽസ് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നടത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ലൈവ് ടൈമിൽ ദൈവത്തിൻ്റെ കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികൾ. തൗസൻഡ്സ് ഓഫ് ഏഞ്ചൽസ് വെയിറ്റിംഗ് ആണ് ദൈവത്തിൻ്റെ കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? ഇപ്പം എല്ലാ ഏഞ്ചൽസും എല്ലാ ഏഞ്ചൽസും ഈ ഒരു കരയിലെയും വെള്ളത്തിലെയും എന്താ പറയുന്ന ജോലികൾ ദൈവത്തിൻ്റെ കമാൻഡ്സ് വിഷസ് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് റെസ്റ്റ്, ഒരു എന്താ പറയുന്ന റെസ്റ്റും എടുക്കാതെ അവരെന്ത് ചെയ്യുകയാണ്? ജോലി ചെയ്യുകയാണ്. അപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏഞ്ചൽസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാനും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ഏഞ്ചൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ മോർട്ടൽസ് ഓൺ എർത്ത് കനോട്ട് സെർവ് ഗോഡ് അറ്റ് ദിസ് സ്പീഡ്. അതായത് ഭൂമിയിലുള്ള നമ്മളെ പോലുള്ള മനുഷ്യർ, മോർട്ടൽസ്, അതായത് മരണമുള്ള വ്യക്തികൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഏഞ്ചൽസിൻ്റെ സ്പീഡിന് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന് സെർവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ മസ്റ്റ് കീപ് വെയിറ്റ് ഇൻ സൈലൻസ് ഫോർ ഹിസ് മേഴ്സി. അവരെന്ത് ചെയ്യാൻ മതി? അവർ സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. സൈലൻ്റായിട്ട് എന്താ പറയുന്നത്? വെയിറ്റ് ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കടാക്ഷത്തിന് വേണ്ടി സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മതി. മോർട്ടൽസ് ഒരുപാട് കിടന്ന് സ്പീഡ് എടുത്ത് ദൈവത്തിനെ പ്രൈസ് ചെയ്ത് ഏഞ്ചൽസ് പ്രൈസ് ചെയ്യുന്ന കണക്ക് പ്രൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ കവി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കോൺഷ്യസ് റിപ്ലൈ പറയുന്നത്. ഓക്കെ, ഒരു കാറ്റഗറി ഓഫ് ഏഞ്ചൽസ് ഉണ്ട്. അവരെന്താണ്? അവർ സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന കണക്ക് നമ്മളും വെയിറ്റ് ചെയ്യുക. ഈ സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഏഞ്ചൽസ് നാളെ ഒരു നാൾ ദൈവത്തിനെ സെർവ് ചെയ്യും. ആ സെർവ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അവരോട് കമ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരോട് നമുക്ക് ഫുള്ളി അങ്ങ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവരോട് ജസ്റ്റ് മിണ്ടാതിരിക്കുന്ന പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഏഞ്ചൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഏഞ്ചൽസ് ജോലി ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അവർ ജോലി എടുക്കുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മോർട്ടൽസ് എന്ന് പറഞ്ഞാൽ ഒരു 3rd കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് അത്ര സ്പീഡിൽ എന്താ പറയുന്നത് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സൗമ്യമായിട്ട് ശാന്തമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്പീഡ് പറയുന്നത് ഞാൻ ലൈൻ ബൈ ലൈൻ അനാലിസിസിൽ നല്ല വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞു തന്നെയാണ്. ഈ സമ്മറിയിൽ സ്പീഡ് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ എടുത്ത് നോക്കാൻ ഏറ്റവും നല്ല സമ്മറിയാണ്. അപ്പോൾ പെട്ടെന്ന് കേട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. ഓക്കെ, Milton says that those who are not able to serve God should simply stand in service of God and wait for their chance to receive mercy of God. ഞാൻ പറഞ്ഞില്ലേ, 2nd കാറ്റഗറി ഓഫ് ഏഞ്ചൽസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നില്ല. അവർ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവർ സിംപ്ലി സ്റ്റാൻഡ് ഇൻ സർവീസാണ്. അതായത് ദൈവത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ സിംപ്ലി സ്റ്റാൻഡിങ് ആണ്. അതുപോലെ നമ്മളും വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഏകദേശം അവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയറ്റ് ഇവിടെ ഭയങ്കര സാഹസപ്പെട്ട് ഒരു രീതിയിലുള്ള പോയറ്റിക് വർക്കും എഴുതണ്ട, ദൈവത്തിൻ്റെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അയാൾക്ക് കഴിയുന്നത് എന്താ പറയുന്നത്? പതുക്കെ ശാന്തമായിട്ട് ദൈവത്തിനെ പ്രൈസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു വർക്കൊക്കെ ആരുടെങ്കിലും ഹെൽപ്പോട് കൂടി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. അത്രയേ ഉള്ളൂ ആവശ്യം. നീ കിടന്ന് മരണവെപ്രാളത്തിൽ കിടന്ന് ദൈവത്തിന് വേണ്ടി പണിയെടുക്കണമെന്നില്ല. നീ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സമയം കിട്ടുമ്പം ദൈവത്തിൻ്റെ ആ ഒരു ചിന്ത, ദൈവത്തിനെ പറ്റിയുള്ള ചിന്തകളും ദൈവത്തിൻ്റെ ആ ഒരു കടാക്ഷങ്ങളും കാര്യങ്ങളെല്ലാം നിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം.
അല്ല നീ ചുമ്മാ നടന്നങ്ങ് ദൈവത്തിന് വേണ്ടി അങ്ങ് ഫുള്ളായിട്ട് ഡെഡിക്കേറ്റഡ് ആവണ്ട. നിൻ്റെ മനസ്സിൽ ആ ദൈവം ഉണ്ടായിരിക്കണം, നിൻ്റെ ഉള്ളിൽ ആ ദൈവം കുടി കൊള്ളണം എന്നാണ് പറയുന്നത്. അതേ ആവശ്യമുള്ളൂ ദൈവത്തിന്. ദൈവം ഒരു രീതിയിലും നമുക്ക് നമ്മളോട് സ്നേഹമുള്ളവനാണ്. അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവിടെ ചെന്ന് എന്താ പറയത്തില്ല, നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ ശകാരിക്കത്തില്ല. നീ എന്തുകൊണ്ട് എന്നെ പ്രൈസ് ചെയ്തില്ല, നീ എന്തുകൊണ്ട് എന്നെ അത് ചെയ്യിപ്പിച്ചില്ല, നീ എന്തുകൊണ്ട് എന്നെ പറ്റി കവിതകൾ എഴുതിയില്ല, അതൊന്നും ദൈവം ചോദിക്കില്ല എന്നാണ് മിൽട്ടൺ അവസാനം ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് കേട്ടോ. ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതാണ് എൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ അനാലിസിസ് സെക്ഷനിലോട്ട് പോകാം. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയട്രിയിലെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് സോണറ്റ് ആണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റ് ആണ്, ഫൈനസ്റ്റ് സോണറ്റ് ആണ്. എക്സാമിന് എഴുതേണ്ട പോയിന്റുകളാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി സ്ട്രെസ്സ് കൊടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാനാണ്. ദ ഫൈനസ്റ്റ് സോണറ്റ് ആണ്, ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റ് ആണ്. ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ ജോൺ മിൽട്ടൺ എന്ന് പറഞ്ഞ കാഴ്ചയില്ലാത്ത പോയറ്റിൻ്റെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സോണറ്റ് കൂടിയാണ് ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ സോണറ്റ്. മിൽട്ടൺ 1652 ബ്ലൈൻഡ് ആവുന്നത്. 1652 ബ്ലൈൻഡ് ആവുന്നത്. 44 വയസ്സുണ്ടായിരുന്നപ്പോഴാണ്, 44ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന് പിടിപെടുന്നത്. മിൽട്ടൺസ് ലൈഫ് വാസ് ഫുൾ ഓഫ് ഗ്ലൂം. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്ലൂമാണ്, ഡിസ്പെയറാണ്, വിഷമമുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു വിഷമത്തെയും ഈ ഒരു സാഡ്നെസ്സിനെയും ഈ ഒരു ഗ്രീഫിനെയും ഈ ഒരു ഗ്ലൂമി ലൈഫിനെയും ഈ ഒരു ഡിസ്പെയർ ലൈഫിനെയും എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, ഓവർകം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിലൂടെ അദ്ദേഹം ഓവർകം ചെയ്തു. അറ്റ് ദിസ് ടൈം ഹിസ് ലേണിംഗ് ഓഫ് റിലീജിയസ് ബിബ്ലിക്കൽ ലിറ്ററേച്ചർ കെയിം ഇൻ ടു ഹിസ് റെസ്ക്യൂ. അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള ബൈബിൾ പരമായിട്ടുള്ള സാഹിത്യങ്ങൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വന്നു. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ അദ്ദേഹത്തിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം, മതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതികൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സോണറ്റുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന് ദൈവത്തിനോടുള്ള സ്ട്രോങ് ഫെയ്ത്ത്, വിശ്വാസം, ബിലീഫ് ഇൻ ദ ബിനിഗ്നിറ്റി ഓഫ് കം ടു ഹെൽപ്പ് ഹിം. ബിനിഗ്നിറ്റി ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യം എന്ന അർത്ഥം, അവിടെ കൈൻഡ്നസ് എന്ന അർത്ഥം. അപ്പോൾ ഒരു പുതിയ ടൈം കിട്ടിയില്ലേ, അത് പഠിച്ചു വെച്ചോ, ബിനിഗ്നിറ്റി. അപ്പം അദ്ദേഹത്തിന് ആ ഒരു ദൈവത്തിൻ്റെ കാരുണ്യത്തിലോടുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. ദി ഗോഡ് ഓൾവേസ് ഷോ മേഴ്സി ഓൺ എവരി വൺ. എല്ലാവരോടും ദൈവത്തിൻ്റെ കരുണ കാണിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ദിസ് ഫിലോസഫി ഈസ് നിയർ ടു ഇന്ത്യൻ ഫിലോസഫി ഓഫ് ദ വേഴ്സ് ആൻഡ് ഭഗവത് വിച്ച് ടീച്ച് മാൻ ടു ഡു ഹിസ് ഡ്യൂട്ടി ടുവേർഡ്സ് ഗോഡ് ആൻഡ് സൊസൈറ്റി. ഈ ഒരു ഫിലോസഫി നമ്മുടെ ഇന്ത്യക്കാരുടെ ഫിലോസഫി ആയ വേദത്തിൽ നിന്നും വേദത്തിലും ഭഗവത്ഗീതയിൽ നിന്നൊക്കെ ഉള്ള ഒരു ഫിലോസഫി കൂടാണ്. അദ്ദേഹം എന്താണ് ആ ഫിലോസഫി പറയുന്നത്, വേദത്തിലും ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി സെർവ് ചെയ്യുക, ദൈവത്തിനോടും സമൂഹത്തിനോടും നമ്മുടെ ഡ്യൂട്ടി സെർവ് ചെയ്യുക. ആൻഡ് ഹാവ് ഫെയ്ത്ത് ഇൻ ഡീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ വിശ്വാസം കാണിക്കുക, സമൂഹത്തിനോടും ദൈവത്തിനോടും നമ്മൾ നല്ലത് പുലർത്തുക, നല്ല കാര്യങ്ങൾ നമ്മൾ കൈൻഡ്നസ് പുലർത്തുക. എവരിത്തിങ് ഡൺ ബൈ ഗോഡ് ഈസ് എസെൻഷ്യൽ ആൻഡ് ഈസ് ഇറ്റ് ബീങ് ഡൺ ഫോർ അൾട്ടിമേറ്റ് ഗുഡ് ഓഫ് മാൻകൈൻഡ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ലതിന് വേണ്ടിയിട്ടാണ്, അനിവാര്യമാണ്, എസെൻഷ്യലാണ്, അനിവാര്യമാണ്. ദൈവം അത് എന്ത് ചെയ്താലും, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫി ഓഫ് വേഴ്സ് ആൻഡ് ഭഗവത്തിലും അത് പറയുന്നുണ്ട്. നമ്മുടെ മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ സോണറ്റിലും അത് പറയുന്നുണ്ട്. ഇറ്റാലിയൻ സോണറ്റിലും പറയുന്നുണ്ട്. Milton is also conscious about life after death. In spite of being blind, he wants to make a use of his poetic power. So thus after death, when he is present before God, the God may not reproach him. അതായത് അദ്ദേഹം കോൺഷ്യസ് ആണ്. മരണാനന്തര ജീവിതത്തെപ്പറ്റി അദ്ദേഹം കോൺഷ്യസ് ആണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിന് ഒരു ബോധമുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഈ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് പോട്ടെ, പക്ഷേ അദ്ദേഹത്തിനൊരു ഒരു വിഷമമുണ്ട്. മരണശേഷം അവിടെ ചെല്ലുമ്പോൾ ഗോഡ് തന്നെ വഴക്ക് പറയുമോ? അപ്പം ആ ഒരു വഴക്കിൽ നിന്ന് ആ ഒരു വഴക്കുണ്ടാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ശകാരിക്കിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പോയറ്റിക് പവർ അദ്ദേഹം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. When his inner self tries to make a complaint against God as to how he could be able to do full work when he is blind, is shown the right path by patience. അപ്പം അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടാലും ദൈവത്തിനെ പ്രൈസ് ചെയ്ത് കവിതകൾ എഴുതണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ ദൈവം ചിലപ്പോൾ ശകാരിച്ചാലോ എന്നൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇന്നർ സെൽഫ് ദൈവത്തിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, തനിക്ക് ഈ കാഴ്ചശക്തി
നഷ്ടപ്പെടുമ്പോൾ നോർമലായിട്ട് ഒരു പേഴ്സൺ എഴുതുന്ന പോലെ തനിക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ദൈവമേ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ലോ, പിന്നെ എങ്ങനെ എനിക്കൊരു വഴി കാണിച്ചു താ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പേഷ്യൻസ് തന്നെ അദ്ദേഹത്തിന് തിരിച്ചൊരു റൈറ്റ് പാത്ത് തിരിച്ചു കൊടുക്കുകയാണ്. ഒരു കറക്റ്റായ നേരായ വഴി പേഷ്യൻസ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പേഷ്യൻസ് തന്നെ കാണിച്ചു തരികയാണ്. ഇവിടെ പേഷ്യൻസ് എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം പേഴ്സോണിഫൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുക. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേഷ്യൻസ് പേഴ്സോണിഫൈഡ് ചെയ്തിരിക്കുകയാണ്. പേഷ്യൻസ് അദ്ദേഹത്തിനോട് പറയുകയാണ് ഗോഡ് വുഡ് നോട്ട് മേക്ക് എ ക്വയറി അബൌട്ട് ഹിസ് വർക്ക് ആസ് ഗോഡ് ഹാസ് തൗസൻഡ്സ് ഓഫ് വെരി എഫിഷ്യൻറ്റ് ഏഞ്ചൽസ് ഹൂ വർക്ക് ക്യാരി ഔട്ട് കമാൻഡ്സ് ഓഫ് ഗോഡ് ഓൾ ടൈം ഓവർ ലാൻഡ് ആൻഡ് സീ വിതൗട്ട് ടേക്കിംഗ് എനി റെസ്റ്റ്. നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞ കാര്യം തന്നെ. ദൈവം എന്താണ്? ദൈവത്തിന് നിന്നോട് ഒരു പരാതിയുമില്ല, ഒരു പ്രശ്നമില്ല. നിന്നെപ്പറ്റി ദൈവം അന്വേഷിക്കത്ത് കൂടിയില്ല. നീ അങ്ങനെ ചെയ്യുന്നില്ലെന്നൊന്നും അന്വേഷിക്കത്ത് കൂടിയില്ല. ദൈവത്തിന് ജോലികൾ ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് ഏഞ്ചൽസ് ഉണ്ട്. അവർ ദൈവത്തിൻ്റെ ജോലികൾ ചെയ്തുകൊള്ളും. അവർ ലാൻഡിലും സീയിലുമുള്ള ജോലികൾ വിതൗട്ട് ടേക്കിംഗ് എനി റെസ്റ്റ്, ഒരു റെസ്റ്റും ഇല്ലാതെ അവർ ചെയ്യുന്നുണ്ട്. നീ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം ഏത് സെക്കൻഡ് കാറ്റഗറി ഓഫ് ഏഞ്ചൽസോട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഷ്യൻസ് അഡ്വൈസസ് ദാറ്റ് എ മാൻ ഷുഡ് അക്സെപ്റ്റ് ഓൾ ദ പ്ലഷേഴ്സ് ആൻഡ് പെയിൻ അഫ്ലിക്റ്റഡ് ബൈ ദ ഗോഡ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ഇൻ പെയിൻ. വൺ ഷുഡ് നോട്ട് കംപ്ലൈൻ ആൻഡ് ബിയർ ദം ഇൻ സ്പിരിറ്റ് ഓഫ് കാംനെസ്. അതായത് ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിനാണ്. ഇതെന്ന് പറയുന്നത് നിനക്ക് വിഷമം ഉണ്ടാക്കുന്നെങ്കിൽ, നിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടെങ്കിൽ അതിന് ദൈവത്തിനൊരു കാരണം കാണും. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു കാരണം കാണും. നമ്മൾ ശാന്തതയോടെ സമാധാനത്തോടെ ആ ഒരു കാരണത്തിന് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യല്ല. നമുക്ക് എന്ത് ദുർവിധികളുണ്ടായാലും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല. ദൈവത്തിന് ഒരു കാരണം കാണാം. ദ ലാസ്റ്റ് സൈൻ ഓഫ് ദ സോണറ്റ് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ദ പോയിറ്റ്. ആ സോണറ്റിൻ്റെ അവസാനത്തെ ലൈൻ പറയുന്നത് ആ ഒരു പോയിറ്റിൻ്റെ പർപ്പസാണ്. വൺ ഷുഡ് ഹാവ് എ ഡിവോഷൻ, ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് വർക്ക് വിത്ത് ഓൾ ഹിസ് കപ്പാസിറ്റി, വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ മേസി ഫോർ ഗോഡ്. അതായത് നമ്മൾ അങ്ങ് ഡെഡിക്കേറ്റഡ് ആകുക, ഡിവോട്ടഡ് ആകുക, ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുക, ആ ദൈവത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റിയിൽ വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യം, കടാക്ഷമെല്ലാം നേടുക, പേഷ്യൻ്റായിട്ട് നേടുക. അവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ഡിവോട്ടീസ് എന്നാണ് മിൽട്ടൺ പറയുന്നത്. who do not complain and silently wait for their turn to have mercy of God. ഇവിടെ mercy of God എന്ന് പറഞ്ഞാൽ ഡെത്താണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാണ്ട് ഇരിക്കുക. ഓക്കെ, mercy of God നമുക്ക് ഡെത്ത് ആയിട്ട് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രം ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? മേഴ്സി ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെത്തുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ കമ്പയർ ചെയ്യാം, കോൺട്രാസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 സെക്ഷൻ പോകുന്നുണ്ട്, തീം ആൻഡ് സ്റ്റൈൽ. അതുകൊണ്ട് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയത്തിൻ്റെ കംപ്ലീറ്റ് സമ്മറി ആവും. ഓക്കെ, കംപ്ലീറ്റ് ഇവാലുവേഷൻ ആവും. സോ ഈ ഒരു പോയിറ്റിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സുപ്രീമസിയാണ്, ദൈവത്തിൻ്റെ കംപ്ലീറ്റ് ഫെയ്ത്ത് ആണ്. ബേസിക് തീം ഓഫ് ദ സോണറ്റ്. എൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീമസി ഓഫ് ദി ഗോഡ് ആൻഡ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വൺ ഓഫ് ദി നോബലസ്റ്റ് പോയമാണ്, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. റൈസിങ് ദ കംപ്ലൈൻറ്റ് ഓഫ് ദ എൻഗ്രേവ്ഡ് പേഴ്സൺ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് ദെൻ ഗീവ്സ് ദ സൊല്യൂഷൻ ഓൾസോ. അതായത് ദൈവത്താൽ എന്താ പറയുന്നത്, എൻഗ്രേവ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ. എൻഗ്രേവ്ഡ് എന്ന് വെച്ചാൽ കുത്തുപണിക്കാരനൊക്കെ അർത്ഥത്തോടെ എൻഗ്രേവ്ഡ് പേഴ്സൺ. അതായത് ആ ദൈവത്തിൻ്റെ എന്താ പറയുന്നത്, ഡീഡാൽ, പ്രവൃത്തികളാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കംപ്ലയിൻ്റ് ആണ് ഇതിൽ പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. ഇതൊരു കംപ്ലീറ്റ് പോയമാണ്, ഒരു സെൻസിൽ ഒരു കംപ്ലീറ്റ് പോയമാണ്. ഒരു ജെന്യൂൻ കംപ്ലയിൻറ്റ് അവിടെ അറൈസ് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ആ സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റിംഗ് ദ അഫ്ലിക്ഷൻസ് ഓഫ് ഗോഡ് വിത്ത് കാംനെസ് ആൻഡ് ഫെയ്ത്ത്. ദൈവത്തിൻ്റെ ആ പ്രശ്നങ്ങളല്ല, അഫ്ലിക്ഷൻസ് അല്ല. അഫ്ലിക്ഷൻസ് എന്ന് വെച്ചാൽ പീഡനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ദുർവിധി നമുക്ക് തരിക. അപ്പോൾ ഒരു പുതിയ ഇടയിലെ അഫ്ലിക്ഷൻസ് ഓഫ് ഗോഡ് ആൻഡ് വിത്ത് കാംനെസ് ആൻഡ് ഫെയ്ത്ത്. ദീസ് 2 ആർ ദ ക്വാളിറ്റീസ് വിച്ച് വൺ മസ്റ്റ് ഹാവ് ടുവേർഡ്സ് ദ മേക്കർ. ഇവിടെ മേക്കർ ആരാണ്? ദൈവം. നമ്മൾ ശാന്തമായി വിശ്വാസം അർപ്പിച്ച് ഇരിക്കുക. കാംനെസ് ആൻഡ് ഫെയ്ത്ത്. ദ സോൺ ടെൽ us that faith, confidence in God should not be shaken in any way. അതായത് ദൈവത്തിന് ഉള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആ ഒരു ഫെയ്ത്തും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുമ്പോൾ നശിപ്പിക്കാൻ പാടില്ല. അത് കണ്ടിന്യൂ ചെയ്ത് ജീവിതത്തിൻ്റെ അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുക. ആസ് ഓൺലി സച്ച് പേഴ്സൺ ആർ ലവ്ഡ് ബൈ ഗോഡ് ആർ ആംപ്റ്റി ടു വേർഡ്. വി ഫൈൻഡ് ദാറ്റ് ദീസ് ഹാവ് ബീൻ പ്രൂവ് ഇൻ ദ ലൈഫ് ഓഫ് മിൽട്ടൺ ആസ് വെൽ. നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുക. ദൈവത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്നേഹിക്കുക. നമുക്കതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. അദ്ദേഹം കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് അടിപൊളി വർക്കുകളാണ് എഴുതിയേക്കുന്നത് മിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം നല്ല സുപ്രീം ആയിട്ടുള്ള വർക്കുകളാണ് എഴുതിയേക്കുന്നത്. ഹിസ് മേജർ ആൻഡ് ലെജൻഡറി കമ്പോസിഷൻ വർ റിട്ടൺ ബൈ ഹിം വെൻ ഹി വാസ് ബ്ലൈൻഡ്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. മിൽട്ടൺ വിൽ ഓൾവേസ് ബി റിമെമ്പർഡ് ആൻഡ് പ്രൈസ്ഡ് ഫോർ പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻ ആൻഡ് സാംസൺ അഗോണിസ്റ്റസ്.
അദ്ദേഹത്തിന് മിൽട്ടൺ എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തയിലേക്ക് ആദ്യം വരുന്ന എന്താ പറയുക വർക്ക് തന്നെ പാരഡൈസ് ലോസ്റ്റ് ആണ്. പിന്നെ പാരഡൈസ് റീഗെയിൻഡും ആൻഡ് സാംസൺ അഗോൺസ്റ്റസ് ദ മാസ്റ്റർ പീസസ് വിച്ച് ഹി റോഡ് ഹി വാസ് ബ്ലൈൻഡ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസസ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ 3 വർക്കുകളും എഴുതിയേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ആയില്ലേ, പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും സാംസൺ അഗോൺസ്റ്റസും എഴുതിയത് ആരാണ്? മിൽട്ടൺ ആണ്. ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞ സോണറ്റ് എഴുതിയത് ആരാണ്? മിൽട്ടൺ ആണ്. ഓക്കെ, ആ ഒരു തീം നമുക്ക് കിട്ടിയില്ലേ, നമുക്ക് കുറച്ച് പോയിന്റുകളെല്ലാം കിട്ടിയില്ലേ. ഇനി അടുത്ത നമുക്ക് സ്റ്റൈലിലേക്ക് പോവാം. മിൽട്ടൺ ഇവിടെ ഒരു സുപ്രീം മാസ്റ്റർ ഓഫ് ഗ്രാൻഡ് സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപടി കാണാൻ പഠിച്ച് വെച്ചേക്കുക. ഒരു സുപ്രീം മാസ്റ്റർ ഓഫ് ഗ്രാൻഡ് സ്റ്റൈലാണ് മിൽട്ടൺ ഇവിടെ സ്റ്റൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വി ഫൈൻഡ് ഗ്ലിംസസ് ഓഫ് ദിസ് പ്രസൻറ്റ് സോണറ്റ് ആസ് വെൽ. ഈ ഒരു സോണറ്റിൽ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സുപ്രീം മാസ്റ്റർ ഓഫ് ഗ്രാൻഡ് സ്റ്റൈൽ കാണാൻ പറ്റുന്നുണ്ട്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഈസ് ലേൺഡ് ആൻഡ് റിമോട്ട് ഫ്രം ഫെമിലിയർ അസോസിയേഷൻസ്. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു ലാറ്റിനിസത്തിൻ്റെയും ആർക്കൈസത്തിൻ്റെയും മിക്സ്ചർ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ചില ഇറ്റാലിയൻ ഫ്രൈസോളജിയും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലാറ്റിനിസത്തിൻ്റെയും ആർക്കൈസത്തിൻ്റെയും ഒരു മിക്സ്ചർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇറ്റാലിയൻ ഫ്രൈസോളജിയുടെ ഒരു സ്പാർക്ലിങ്ങും കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ടേം ഫ്രൈസസും ഇറ്റാലിയൻ ഫ്രൈസസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലാറ്റിനിസം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയായിട്ടുള്ള ഇസം എന്ന് പറഞ്ഞാൽ ആർക്കൈസം എന്താണെന്ന് വെച്ചാൽ പഴയ ലാംഗ്വേജും പഴയ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നതാണ് ആർക്കൈസ് എന്ന് പറയുന്നത്. ഡോത്ത് എന്നൊക്കെ പറഞ്ഞ വേർഡ് നമ്മൾ കണ്ടില്ലേ, DOTH ഡോത്ത് എന്നൊക്കെ പറഞ്ഞ വേർഡ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതാണ് അതിൽ സ്റ്റൈൽ. പിന്നെയുണ്ട് സോണറ്റ് ഈസ് ഹൈലി അലൂസീവ് ആൻഡ് ബുക്കിഷ് ആൻഡ് ഹാസ് ദ സ്റ്റാമ്പ് ഓഫ് എ മൈൻഡ് നോട്ട് ഓൺലി റിപ്ലീറ്റ് വിത്ത് എ വൈഡ് ആൻഡ് വേരിയസ് ഈവൻ ഒബ്സ്ക്യൂർ ലേണിംഗ്. അദ്ദേഹത്തിൻ്റെ സോണറ്റ് എന്ന് പറയുന്നത് അലൂസീവാണ്. അലൂസീവ് എന്ന് വെച്ചാൽ എന്താണ്? സൂചനകൾ നൽകുന്നതാണ്. കുറച്ച് ബുക്കിഷാണ്. അതായത് പ്രായോഗിക ജ്ഞാനം കുറഞ്ഞുള്ള ബുക്കിൽ മാത്രമുള്ള അറിവുകൾ എന്നൊക്കെയാണ് ബുക്കിഷിൻ്റെ അർത്ഥം. അതുപോലെ ഒരു മൈൻഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചിന്താഗതികൾ മാത്രമല്ല, ചില നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളും അതിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് നോട്ട് ഓൺലി റിപ്ലീറ്റ് വിത്ത് എ വൈഡ് ആൻഡ് വേരിയസ് ഈവൻ ഒബ്സ്ക്യൂർ ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒബ്സ്ക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുങ്ങിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തെന്ന് അർത്ഥം. റിപ്ലീറ്റ് വിത്ത് എ വൈഡ് ആൻഡ് വേരിയസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ധാരാളത്വമുള്ള, റിപ്ലീറ്റ് എന്ന് വെച്ചാൽ ധാരാളത്വമുള്ള. അപ്പം മനസ്സിന് ചിന്തിക്കാൻ പറ്റുന്ന ചിന്തിച്ച് അങ്ങനെ പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും ആ ഒരു സോണറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദ സോണറ്റ് ഈസ് എ കണ്ടിന്യൂസ് റിവർബറേഷൻ ഓഫ് എക്കോസ് ആൻഡ് സജഷൻസ്. അതായത് റിവർബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനം എന്നല്ലേ, കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്പനങ്ങളാണ്. കുറേ എക്കോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സജഷൻസ്, ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് മൊത്തം പറയുന്നത്. നമുക്ക് ചിന്തിച്ച് പോകാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് നോട്ട് ബൈ മീൻസ് വാട്ട് ഇറ്റ് എക്സ്പ്രസസ് ബട്ട് വാട്ട് ഇറ്റ് സജസ്റ്റ്. അത് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നല്ല അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നത്, അത് എങ്ങനെ നമുക്ക് സജഷൻ നൽകുന്നു എന്നതിലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഇരിക്കുന്നതെന്നാണ് ഇതിനെ വിലയിരുത്തുന്നവർ പറയുന്നത്. എന്താ പറയുന്നത്, എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മീൻസ് എന്ന് പറയുന്നത് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നല്ല, എന്ത് നമുക്കത് കാട്ടി തരുന്നു, സജസ്റ്റ് ചെയ്ത് തരുന്നു എന്നാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഇരിക്കുന്നത്. മിൽട്ടൺ പെട്രാക്കിൻ സ്റ്റൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഒരു സോണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 2 തരത്തിലുള്ള സോണറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അതിൽ 2ാമത്തെ ടൈപ്പ് സോണറ്റാണ് ഇറ്റാലിയൻ ഓർ പെട്രാക്കിൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹി ബ്രോട്ട് ബാക്ക് ദി സോണറ്റ് ടു ഇറ്റ്സ് ഒറിജിനൽ ആൻഡ് സ്ട്രിക്റ്റ് ടൈപ്പ് ഓഫ് ദ ടൈപ്പ് വിച്ച് പെട്രാക്കിൻ ഹാസ് ഫിക്സ്ഡ്. അതായത് പെട്രാക്ക് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്രാക്കിൻ സോണറ്റിലൂടെ എന്താണ് കറക്റ്റ് ഒറിജിനൽ വേർഷനിലൂടെ കാട്ടി തന്ന ആ ഒരു സെയിം ഒറിജിനൽ വേർഷൻ തന്നെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ആദ്യത്തെ 8 ലൈൻസിനെ നമ്മൾ ഒക്ടേവ് എന്ന് വിളിക്കും. അവസാനത്തെ 6 ലൈൻസിനെ സെസ്റ്റ് എന്ന് വിളിക്കും. ഒക്ടേവ് ഏതിലോട്ട് പോകും? സെസ്റ്ററ്റിലോട്ട് പോകും. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABBA CDDC FFG FFG എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പം മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞ സോണറ്റ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കുന്നു. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. നമ്മൾ ഇനിയും HSA ഇംഗ്ലീഷ് ഡിഗ്രി PG ലെവലുമായിട്ട് ബേസ് ചെയ്ത് ഇംഗ്ലീഷ് മാത്രമല്ല നമ്മൾ മറ്റുള്ള കാര്യങ്ങളോട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. തൽക്കാലം ഇംഗ്ലീഷ് എന്ന രീതിയിൽ പോകട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വിത്ത് എഡ്യൂക്കേഷൻ.